വളർച്ചയുടെ തുടർച്ചയ്ക്ക് യുവത്വം നയിക്കട്ടെ എന്ന ആശയവുമായി തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇന്ത്യ സ്ഥാനാർത്ഥി ഡോക്ടർ ആനി സ്റ്റെഫി. ദേശീയ പാർട്ടിക്കൊപ്പം നിന്ന് കോഴിക്കോടിന്റെ പ്രാദേശിക വികസനമാണ് ആനിയുടെ ലക്ഷ്യം. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു എന്ന പ്രത്യേകതയും ആനിക്കുണ്ട്. കോഴിക്കോട് കോർപ്പറേഷന്റെ എരഞ്ഞിപ്പാലം വാർഡിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പുതിയ സോഫ്റ്റ്വെയറുകൾ മെനയുകയാണ് ആനി സ്റ്റെഫി എന്ന IT ജീവനക്കാരി. തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള ചുവടുവെപ്പ് ആദ്യത്തെയെങ്കിലും ആനിക്ക് ആശങ്കകളില്ല. എന്നാൽ വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ജയിക്കും എന്നുള്ള 100% കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ആ 100%ൽ നമ്മൾ ജയിച്ചു വന്നു കഴിയുമ്പം നമ്മളത് വിട്ട് ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. വാർഡിലെ വികസനമാണ് പ്രധാന അജണ്ടയെന്ന് സ്റ്റെഫി പറയുന്നു. അതോടൊപ്പം തെരുവുനായ ശല്യം, റോഡുകളുടെ ശോചനീയാവസ്ഥ, മാലിന്യ സംസ്കരണം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം. നമ്മുടെ വാർഡിൻ്റെ മെയിൻ ഇഷ്യൂസിൽ ഒരെണ്ണം റോഡുകളാണ്, പിന്നെ സ്ട്രേ ഡോഗ്സിൻ്റെ പ്രോബ്ലംസ് ആണ്, പിന്നെയുള്ളത് ഡ്രെയിനേജ് ഇഷ്യൂ ആണ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് വാർഡ്, ബട്ട് സ്റ്റിൽ നമ്മുടെ സിറ്റിക്കുള്ളിലുള്ളൊരു വാർഡായിട്ട് പോലും നമുക്കൊരു ഹെൽത്ത് സെൻറ്റർ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല ഇവിടെ. അപ്പോൾ അങ്ങനെ പബ്ലിക് ടോയ്ലറ്റ് സിസ്റ്റം ഇല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണവും പദ്ധതികളും കോഴിക്കോട് 7ാം വാർഡായ എരഞ്ഞിപ്പാലത്തെ ഓരോ വീട്ടിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ആനി സ്റ്റെഫിയുടെ ലക്ഷ്യം. ഗവൺമെൻറ് സെറ്റ് യുവർ ഡോർ സ്റ്റെപ്സ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിലിരുന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിലിരുന്നിട്ട് ടെക്നോളജി യൂസ് ചെയ്തിട്ട് കോർപ്പറേഷനെ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഈവൻ പഞ്ചായത്ത് ലെവലിലേക്കാണെങ്കിലും പോലും നമുക്ക് നമ്മുടെ ഇഷ്യൂസ് രജിസ്റ്റർ ചെയ്യാം. അതുവഴി നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്തെടുക്കാം. അപ്പം അത് ഐ തിങ്ക് അതാണ് ശരിക്കും നമ്മുടെ ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് അല്ലെങ്കിൽ ലോക്കൽ ബോഡി സിറ്റുവേഷനിലേക്ക് വേണ്ടത്. കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് ബിരുദധാരിയായ ആനി സ്റ്റെഫി ജോലിയിൽ നിന്നും താൽക്കാലിക ഇടവേള എടുത്താണ് മത്സരത്തിനിറങ്ങിയത്. ജനം, കോഴിക്കോട്.